നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കൺസർവേറ്റീവ് ഫോഴ്സ് ആൻഡ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. അതായത് വർക്ക് ഡണ്ണിനെ ബേസ് ചെയ്തുകൊണ്ട് ഫോഴ്സിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഒന്ന് കൺസർവേറ്റീവ് ഫോഴ്സ്, സെക്കൻഡ് വൺ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. അപ്പോൾ ഇതെന്താണ് എന്നുള്ളത് നമുക്ക് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം എക്സാമ്പിളായിട്ട് എടുക്കുന്ന ഫോഴ്സ് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു ബ്ലോക്ക് ഇമാജിൻ ചെയ്യുന്നു. അതൊരു ഗ്രൗണ്ടിലാണുള്ളത്. ഓക്കെ, ഒരു തറയിൽ ഒരു ബ്ലോക്ക് ഉണ്ട്, എം മാസുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിനെ നമ്മളൊരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് കൊണ്ടുപോവാണ്. ഒരു ഹൈറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോയി. അപ്പോൾ താഴെ ഉണ്ടായിരുന്ന ഒരു ഒബ്ജക്റ്റ്, എം മാസുള്ള ഒബ്ജക്റ്റ് ഒരു എച്ച് ഹൈറ്റിലേക്ക് കൊണ്ടുവച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്താണ് വരിക? വർക്ക് ഡൺ വരുന്നത് ഇപ്പോൾ W എന്ന് പറയുന്നത് എന്ത് കിട്ടും? അല്ലെങ്കിൽ W1 ഫസ്റ്റ് കേസിൽ, അതായത് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് മുകളിലേക്ക് പോകുന്നു. A എന്ന പോയിന്റിൽ നിന്ന് B എന്ന പോയിന്റിലേക്ക് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തു അല്ലേ. അപ്പോൾ അവിടെ ഉണ്ടായ വർക്ക് ഡൺ കാണാൻ വേണ്ടി എന്താ ചെയ്യുക? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്, വെർട്ടിക്കൽ മോഷൻ അല്ലേ. അപ്പോൾ mg വരും. ഹൈറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായത് h ഹൈറ്റ് ആയതുകൊണ്ട് mgh വരും. ഇനി ഇവിടെ നോക്കുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്, പക്ഷെ ഒബ്ജക്റ്റ് മുകളിലേക്കാണ് ഡിസ്പ്ലേസ് ചെയ്തത് അല്ലേ. അങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് വർക്ക് ഡൺ ആണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ -mgh കിട്ടി. ഇനി ഈ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് കൊണ്ടുവരികയാണ് അല്ലേ. അതായത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എ ആണ്, ആ അതേ എ എന്ന പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അതായത് ഒരു റൗണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് വർക്ക് ഡൺ എന്താ വരിക? W2 ഇസ് ഈക്വൽ ടു എഗെയിൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് mgh കിട്ടും. ഫോഴ്സ് ഇവിടെ താഴേക്കാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ് ചെയ്യുന്നതും താഴേക്ക് തന്നെ. അപ്പോൾ വർക്ക് ഡൺ പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എന്താ വരിക? ടോട്ടൽ വർക്ക് ഡൺ W ഇസ് ഈക്വൽ ടു എന്ത് വരും? -mgh പ്ലസ് mgh ദാറ്റ്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ടോട്ടൽ വർക്ക് ഡൺ ത്രൂ എ റൗണ്ട് ട്രിപ്പ്. റൗണ്ട് ട്രിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എവിടെയാണോ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ആ സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ തന്നെ ആ ഒബ്ജക്റ്റ് തിരിച്ചു വന്നു അല്ലേ. അങ്ങനെ ഒരു റൗണ്ട് ട്രിപ്പ്, അല്ലാതെ ഒരു സർക്കുലർ പാത്ത് എന്നുള്ളതല്ല. ഒരു റൗണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ടോട്ടൽ വർക്ക് ഡൺ നമുക്ക് 0 ആണ് കിട്ടിയത്. ഇനി നമുക്ക് വേറൊരു ഫോഴ്സ് കൺസിഡർ ചെയ്യാം. ഓക്കെ, വേറൊരു കേസ് നമുക്ക് ഇമാജിൻ ചെയ്ത് നോക്കാം. അതായത് ഒരു ടേബിളിൽ നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആ ടേബിളിലൂടെ ഹൊറിസോണ്ടലായിട്ട് ആ ഒബ്ജക്റ്റ് സൈഡിലേക്ക് നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോയി അല്ലേ. ഇതൊരു ടേബിളിലാണുള്ളത്. ഓക്കെ, അതായത് ഇങ്ങനെയുള്ളൊരു ടേബിളിലാണ് ഈ ഒരു ഒബ്ജക്റ്റ് ഉള്ളത്. അപ്പോൾ ആ ടേബിളിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് എ എന്ന പോയിന്റിൽ നിന്ന് നമ്മൾ ബി എന്ന പോയിന്റിലേക്ക് സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ സ്ലൈഡ് ചെയ്തപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? ഫ്രിക്ഷണൽ ഫോഴ്സാണ്. നമ്മൾ സെക്കൻഡ് കേസായിട്ട് എടുക്കുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നേരത്തെ പോലെ എയിൽ നിന്ന് ബിയിലേക്ക് അത് W1 എടുത്തു. അപ്പോൾ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് FS, ഈ ഡിസ്റ്റൻസ് S ആണെന്ന് വിചാരിക്കുക, FS എന്ന് കിട്ടി. അഗെയിൻ ഒബ്ജക്റ്റ് ഇങ്ങോട്ടാണ് ഡിസ്പ്ലേസ് ചെയ്തതെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക. അപ്പോൾ വർക്ക് ഡൺ എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും, -FS ആണ് കിട്ടുക. ഇനി സെക്കൻഡ് കേസിൽ ആ ഒബ്ജക്റ്റ് ബിയിൽ നിന്ന് എയിലേക്ക് വരികയാണ് അല്ലേ. അപ്പോൾ അവിടെ ഉണ്ടായ വർക്ക് ഡൺ W2 ഇസ് ഈക്വൽ ടു, അവിടെയും എന്ത് തന്നെയാണ് വരിക? FS തന്നെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, എഗെയിൻ ഇറ്റ് ഈസ് നെഗറ്റീവ്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ത് കിട്ടും? ടോട്ടൽ ഫോഴ്സ് W ഇസ് ഈക്വൽ ടു -FS
പ്ലസ് മൈനസ് എഫ് എസ്, അതായത് -2fs എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നേരത്തെ നമുക്ക് 0 ആണ് കിട്ടിയത്. ഈ കേസിൽ വർക്ക് ഡൺ 0 അല്ല കിട്ടുന്നത്, ഒരു നോൺ സീറോ വാല്യൂ ആണ് -2fs അല്ലേ. അപ്പോൾ ചില ഫോഴ്സ് കൊണ്ട് ടോട്ടൽ വർക്ക് ഡൺ ത്രൂ എ റൗണ്ട് ട്രിപ്പ് 0 കിട്ടുന്നു, ചില ഫോഴ്സ് കൊണ്ട് അത് നോൺ സീറോ ആവുന്നു. അതിനെ ബേസ് ചെയ്ത് നമ്മൾ 2 ഫോഴ്സായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് കൺസർവേറ്റീവ് ഫോഴ്സ്, അതായത് ടോട്ടൽ വർക്ക് ഡൺ 0 ആവുന്നു, ഓക്കെ, W 0 ആവുന്നു. സെക്കൻഡ് വൺ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, ടോട്ടൽ വർക്ക് ഡൺ ത്രൂ എ റൗണ്ട് ട്രിപ്പ് നോട്ട് ഈക്വൽ ടു 0. ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. എഗെയിൻ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത അതേ എക്സാമ്പിൾ എടുക്കുന്നു. ഒരു ബ്ലോക്ക്, അതിനെ നമ്മളൊരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ വർക്ക് ഡൺ എന്തായിരുന്നു? വർക്ക് ഡൺ ഒന്നാമത്തെ കേസ് എയിൽ നിന്ന് ഒബ്ജക്റ്റിനെ ബിയിലേക്ക് കൊണ്ടുപോയി അല്ലേ. അപ്പോൾ അവിടെ വർക്ക് ഡൺ W1 എന്ന് പറയുന്നത് എന്താ വരിക? നേരത്തെ ചെയ്തതല്ലേ നമ്മൾ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് -mg × h ഹൈറ്റ് ആകുമ്പോൾ -mgh അല്ലേ. അപ്വേർഡ് മോഷൻ ആകുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കായതുകൊണ്ടാണ് നെഗറ്റീവ് വർക്ക് ഡൺ എന്ന്. ഇത് ഒരു വർക്ക് ഡൺ. ഇനി നമ്മൾ ഇതിൻ്റെ പാത്ത് ഒന്ന് ചേഞ്ച് ചെയ്യാണ്. സെക്കൻഡ് കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വർക്ക് എയിൽ നിന്ന് ഒബ്ജക്റ്റിനെ ബിയിലേക്ക് കൊണ്ടുപോയി, ഓക്കെ. ഇനി അവിടെ നിൽക്കുന്നില്ല, ബിയിൽ നിന്ന് എഗെയിൻ എയിലേക്ക് വരുന്നു, തിരിച്ച് എഗെയിൻ എയിൽ നിന്ന് ബിയിലേക്ക് പോവാണ്. അപ്പോൾ പാത്ത് വേരി ചെയ്തു അല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എയിൽ നിന്ന് ബിയിലേക്ക് പോയി, തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വന്നു, എഗെയിൻ എയിൽ നിന്ന് ബിയിലേക്ക് പോയി. അപ്പോൾ ഇപ്പോൾ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്സ് സെയിം ആണ്, പക്ഷെ വന്ന വഴി ഡിഫറെൻ്റ് ആണ് അല്ലേ. ആദ്യം എയിൽ നിന്ന് ബിയിലേക്ക് മാത്രം വന്നു, ഒറ്റൊരു തവണ ട്രാവൽ ചെയ്തു, അത് W1 -mgh കിട്ടി. രണ്ടാമത്തെ കേസിൽ ആദ്യം എയിൽ നിന്ന് ബിയിലേക്ക് പോയി, തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വന്നു, എഗെയിൻ എയിൽ നിന്ന് ബിയിലേക്ക് പോവുകയാണ്. അപ്പോൾ വർക്ക് ഡൺ W2 കിട്ടി. അപ്പോൾ അതിൻ്റെ വർക്ക് ഡൺ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നാമത്തെ കേസിലെ വർക്ക് ഡൺ പ്ലസ് രണ്ടാമത്തെ കേസിലെ വർക്ക് ഡൺ പ്ലസ് മൂന്നാമത്തെ കേസിലെ വർക്ക് ഡൺ, എല്ലാ വർക്ക് ഡണ്ണും ആഡ് ചെയ്യണം, ഓക്കെ. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് കേസിൽ A to B, അപ്പോൾ -mgh. രണ്ടാമത്തെ കേസിൽ താഴേക്കാണ് മോഷൻ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് തന്നെ, അപ്പോൾ +mgh. എഗെയിൻ എയിൽ നിന്ന് ബിയിലേക്ക് പോവാണ്, അപ്പോൾ -mgh. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ -mgh-ഉം +mgh-ഉം ക്യാൻസൽ ചെയ്താൽ വർക്ക് ഡൺ ഇവിടെ എന്ത് തന്നെ കിട്ടിയത്? -mgh തന്നെ കിട്ടിയത്. ആദ്യം എയിൽ നിന്ന് ബിയിലേക്ക് ഒബ്ജക്റ്റ് ഒറ്റൊരു ലൈനിലൂടെ ട്രാവൽ ചെയ്തപ്പോൾ വർക്ക് ഡൺ -mgh കിട്ടി. സെക്കൻഡ് കേസിലും അതുപോലെ എയിൽ നിന്ന് ബിയിലേക്കാണ് ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തത്, പക്ഷേ 2-3 വഴിയിലൂടെയാണ് ട്രാവൽ ചെയ്തത്, അപ്പോഴും നമുക്ക് കിട്ടിയ വർക്ക് ഡൺ -mgh തന്നെയാണ്, ഓക്കെ. അതായത് പാത്തിനെ ഇൻഡിപെൻഡൻ്റ് ആണ്, ഓക്കെ. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഓക്കെ. ഇനി സെക്കൻഡ് കേസിൽ നമ്മൾ നേരത്തെ എടുത്ത സെക്കൻഡ് ഫോഴ്സ് ഏതായിരുന്നു? ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഇവിടെയും അത് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഫ്രിക്ഷണൽ ഫോഴ്സ്, ഒരു തറയിലൂടെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ സ്ലൈഡ് ചെയ്ത് നീക്കി, നേരത്തെ പോലെ തന്നെ ആദ്യം എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്തു അല്ലേ. അപ്പോൾ വർക്ക് ഡൺ എന്താ കിട്ടുക? നെഗറ്റീവ് വർക്കാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, -fs ആണ്. എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിയിൽ നിന്ന് എയിലേക്കാണ് ആക്ട് ചെയ്യുന്നത്, ഓക്കെ. അപ്പോൾ -fs കിട്ടി. സെക്കൻഡ് കേസ് നേരത്തെ പോലെ എയിൽ നിന്ന് ബിയിലേക്ക് വന്നു, തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വന്നു, എഗെയിൻ എയിൽ നിന്ന് ബിയിലേക്ക് വന്നു. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ സെയിം ആണ്, പക്ഷെ ഇവിടെ 3 പ്രാവശ്യം ട്രാവൽ ചെയ്തിട്ടാണ് എയിൽ നിന്ന് ബിയിലേക്ക് എത്തിയിട്ടുള്ളത് അല്ലേ. അങ്ങനെ വരുമ്പോൾ വർക്ക് ഡൺ എന്ത് കിട്ടും? W2 = ഫസ്റ്റ് എയിൽ നിന്ന് ബിയിലേക്ക് വരാൻ -fs എടുത്തു, പ്ലസ് രണ്ടാമത് ബിയിൽ നിന്ന് എയിലേക്ക് എടുക്കാൻ എഗെയിൻ ഒരു -fs എടുത്തു, എഗെയിൻ എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ എഗെയിൻ ഒരു -fs എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -fs പ്ലസ് -fs പ്ലസ് -fs
ഈ മൈനസ് എഫ് എസ് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായില്ലേ? ഫ്രിക്ഷൻ ഫോഴ്സ് കൊണ്ട് നെഗറ്റീവ് വർക്ക് ഡൺ ആണ് വരിക, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വരിക. ഇവിടെ 3 പാത്ത് ഉള്ളതുകൊണ്ട് ഈ 3 പാത്തിലൂടെയുള്ള വർക്ക് ഡണ്ണും നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ കിട്ടുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ഫോഴ്സ് കിട്ടുന്നത്, ടോട്ടൽ വർക്ക് ഡൺ കിട്ടുന്നത് W2 ഇസ് ഈക്വൽ ടു മൈനസ് എഫ് എസ് മൈനസ് എഫ് എസ് മൈനസ് എഫ് എസ്, അതായത് -3 FS അല്ലേ? അപ്പോൾ ഈ ഒരു കേസിൽ ഫസ്റ്റ് കേസിൽ വർക്ക് ഡൺ -FS കിട്ടി, രണ്ടാമത് പാത്ത് വേരി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വർക്ക് ഡണ്ണും വേരി ചെയ്തു, സെയിം അല്ല. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് പാത്ത് ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് പാത്ത് വേരി ചെയ്യുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ടോട്ടൽ വർക്ക് ഡൺ ബൈ ദി ഫ്രിക്ഷണൽ ഫോഴ്സും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ജനറലൈസ് ചെയ്യുന്നു. കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ ക്യാരക്ടർ നമ്മൾ പറഞ്ഞു. ഇഫ് ദ ടോട്ടൽ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ത്രൂ എനി റൗണ്ട് ട്രിപ്പ് ഈസ് 0, then the force is said to be conservative. ഓക്കെ, രണ്ടാമത് നമ്മൾ പറഞ്ഞതാണ് വർക്ക് ഡൺ ബൈ ദി കൺസർവേറ്റീവ് ഫോഴ്സ് ആർ പാത്ത് ഇൻഡിപെൻഡൻറ്റ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്സ്. എക്സാമ്പിൾ ആണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ് എന്താണെന്നുള്ളത് സ്പ്രിങ്ങിൻ്റെ കേസിൽ ഞാൻ പഠിപ്പിച്ചു തരും. പിന്നെ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്, ഇഫ് ദി ടോട്ടൽ വർക്ക് ഡൺ ബൈ എനി ഫോഴ്സ് ത്രൂ എനി റൗണ്ട് ട്രിപ്പ് ഈസ് non-zero, then the force is said to be non-conservative. It is path dependent. എക്സാമ്പിൾ ഫ്രിക്ഷണൽ ഫോഴ്സ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ 2 ഡിഫറൻസ് ആണ് പഠിക്കേണ്ടത്, ഈ 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കേണ്ടത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സാണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സാണ്. ഓക്കെ, താങ്ക് യു.